എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ള പ്ലസ് വൺകാരുടെ എല്ലാ കാര്യങ്ങളും മുന്നിൽ വന്നു. എന്താണെന്ന് അറിഞ്ഞു, എക്സാം ഉണ്ടെന്ന് ഉറപ്പിച്ചു. ഇനി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. പഠിത്തം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണെങ്കിലും അതിനോടൊപ്പം നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇത് സക്സസ്ഫുള്ളി നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ, മാക്സിമം മാർക്സ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലസ് വണ്ണിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനുവേണ്ടിയുള്ള കുറച്ച് ടിപ്സുകളൊക്കെ തരിക. പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ എല്ലാ ദിവസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഒന്ന് ക്ലിയറായിട്ട് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിനിയും ഈ എക്സാമിന് ഡേറ്റ് വന്നിട്ടില്ല എങ്കിലും അത് തന്നെ വലിയൊരു കാര്യം. ഇപ്പോൾ എക്സാം ഡേറ്റ് വന്നിട്ടില്ല, പക്ഷെ അതിന് മുൻപിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പല ചാപ്റ്റേഴ്സും പല ബുദ്ധിമുട്ടുള്ള പല ചാപ്റ്റേഴ്സും പല സബ്ജക്റ്റിൻ്റെ ഉണ്ട്. ഇത്തിരി ടഫായിട്ടുള്ളതിനെ എടുത്തങ്ങോട്ട് ഇപ്പോൾ കുറച്ചൊന്ന് കൈകാര്യം ചെയ്യുക. ലാംഗ്വേജ് ഇപ്പോൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മറ്റേ സബ്ജക്റ്റിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സിനെ കുറച്ചൊന്ന് കൈകാര്യം ചെയ്ത് ഇപ്പോൾ നമുക്ക്, കാരണം ഇനിയിപ്പോൾ നമുക്ക് ദിവസങ്ങൾ ഉടൻ തന്നെ വരും, ഒരു 3 ഡേയ്സിനുള്ളിൽ നമ്മുടെ ടൈം ടേബിൾ വരും. അപ്പോൾ ഈ ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ അങ്ങ് പ്രശ്നം, പരിഭ്രാന്തി, എന്തൊക്കെയോ ആകെ പ്രശ്നങ്ങൾ. അപ്പം പിന്നെ നമുക്ക് സമയം കറക്റ്റായിട്ട് എന്തുമാത്രം ഓരോ സബ്ജക്റ്റിന് കിട്ടുമെന്ന് അറിയില്ല. ഇപ്പോൾ പക്ഷേ നിങ്ങളിപ്പോൾ ഫ്രീ ഓഫ് മൈൻഡ് നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് കുറച്ച് ദിവസം, ഏതായാലും എനിക്ക് തോന്നുന്നു 2-3 ദിവസം കിട്ടും. ഈ 2-3 ഡേയ്സ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റും പഠിക്കേണ്ട സബ്ജക്ട്സുകളെ. അതിനുവേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ആദ്യമേ എങ്ങനെ വേണം എല്ലാ സബ്ജക്റ്റിൻ്റെയും ലാംഗ്വേജ് ഞാൻ പറഞ്ഞു ഇപ്പോഴേ നോക്കണ്ട, സബ്ജക്ട്സിൻ്റെ ടഫായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനെ പഠിക്കുക എന്നുള്ളതാണ് ഈ 2-3 ഡേയ്സ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈസി ആയിട്ടുള്ളതൊക്കെ അവിടെ ഇട്ടേക്കാം, അതൊക്കെ നമുക്ക് ടൈം കിട്ടും. പക്ഷെ ഇപ്പോൾ ടഫായിട്ടുള്ളതിനെ പഠിക്കാൻ ഫ്രീ ആയിട്ടുള്ളത് ഇപ്പോഴാണ് പറ്റുന്നത്. അതുകൊണ്ട് അങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതിനോടൊപ്പം ഞാൻ കുറച്ച് ടിപ്സ് കൂടെ അങ്ങ് തരാം. ആ ടിപ്സിലോട്ട് അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, നമ്മുടെ ടിപ്സുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. 7 ടിപ്സാണ് നമുക്ക് തരുന്നത്. ഈ രീതിയിൽ കൂടെ നിങ്ങൾ അങ്ങോട്ട് ഫോളോ ചെയ്തു പോയാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് മൈൻഡ് ഫ്രീയോടുകൂടി എല്ലാ രീതിയിൽ കൂടെയും പഠിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓരോന്ന്. ഫസ്റ്റ്, നോ ദ എക്സാം പാറ്റേൺ. ഫസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒത്തിരി പേര് എക്സാമൊക്കെ എഴുതാൻ പോകാറുണ്ട്, പക്ഷേ ഒന്നിനെക്കുറിച്ചും ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതിനും ക്വസ്റ്റ്യനുള്ളിലുള്ള കാര്യങ്ങളും എത്ര ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെ രീതിയിൽ കൂടെ ഒന്നും അറിയാൻ വയ്യതാണ്. പക്ഷേ എല്ലാവർക്കും അറിയാം ഇതൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇതൊക്കെ അറിയാനൊക്കെ ഉള്ള എല്ലാ സൗകര്യം ഉണ്ടെങ്കിലും ഇത് മടി വിചാരിച്ച് മുന്നോട്ട് ഇതൊന്നും അറിയാൻ വയ്യാതെ ലാസ്റ്റ് എക്സാമിൽ എത്തുന്നത് തൊട്ട് മുമ്പ് ഭയങ്കര സ്പീഡൊക്കെ നോക്കും. നമ്മൾ അതിന് മുമ്പ് ഇതൊന്ന് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫുൾ പാറ്റേൺ അറിഞ്ഞിരിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പഠനത്തോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതും. അപ്പോൾ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പാറ്റേൺ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ടിപ്പ്. ഓക്കെ, സെക്കൻഡ്, ടൈം മാനേജ്മെൻറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്ര ടൈം, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഏകദേശം നമുക്ക് എത്ര ടൈം വേണം എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാവും. ഭയങ്കരമായിട്ട് നിങ്ങൾ അതൊന്ന് അറിഞ്ഞിരിക്കണം. അല്ലാതെ കുറേ സമയം കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുകൊണ്ട് കാര്യമില്ല. മറ്റൊരു ക്വസ്റ്റ്യൻ്റെയും കൂടെ സമയം എടുത്ത് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല. ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴും അതിനുള്ളൊരു ടൈം ഏകദേശം നിങ്ങൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമുക്ക് ഇവനെ ക്രാക്ക് ചെയ്യാൻ. ഓക്കെ, തേർഡ് വൺ, ചാപ്റ്റർ വൈസ് വെയിറ്റേജ്. ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുമ്മാതെ കുറേ ചാപ്റ്റർ അങ്ങോട്ട് കുറേ പഠിച്ചു, ഇമ്പോർട്ടൻ്റ് അല്ലാത്തതൊക്കെ ഒത്തിരി നേരം ഇരുന്നങ്ങ് പഠിക്കുക, ഭയങ്കര പഠിത്തം. ലാസ്റ്റ് വന്നപ്പോൾ താണ്ടാ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റർ പഠിക്കാനുള്ള സമയമില്ല. അപ്പം നിങ്ങൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് അറിഞ്ഞ് ഏറ്റവും കൂടുതൽ മാർക്സ് കിട്ടേണ്ട ചാപ്റ്ററിനെ തിരിച്ചറിഞ്ഞ് വേണം പഠിച്ചു പോകാൻ. അതെല്ലാം നമ്മൾ ചാർട്ടായിട്ട് എഴുതിയിടണം. ഇന്ന ചാപ്റ്റർ ഇത്ര, ഇന്ന ചാപ്റ്റർ ഇത്ര, ഇങ്ങനെ എല്ലാം അറിഞ്ഞിരിക്കണം. മാത്സിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട, നമ്മളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് നിങ്ങളുടെ എത്തിയിരിക്കും. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ചെയ്തിട്ടേക്കണം, ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കണം. എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കൂടെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കും. മാത്സ് നോ പ്രോബ്ലം, നോ ടെൻഷൻ. ഓക്കെ, നെക്സ്റ്റ്, മോക്ക് പേപ്പർ പ്രാക്ടീസ്. മോക്ക് മീൻസ് നമ്മുടെ ഈ ചുമ്മാതെ പ്രാക്ടീസിന് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, പഴയതൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ കുറച്ച് മോക്ക് പ്രാക്ടീസ്, ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് നടത്തണം. ഒരു എക്സാം എഴുതുന്ന പോലെ തന്നെ, അതാണ് മോക്ക് ടെസ്റ്റ്. അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമെന്നുള്ളതല്ല. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ ഒരു പ്രാക്ടീസ് ഫുൾ എക്സാം എഴുതാനുള്ള രീതിയിൽ കൂടെ സമയം കണ്ടെത്താൻ പറ്റുന്നവർ അങ്ങനെ 1-2 തവണ, ഒത്തിരി ഒന്നും വേണ്ട, ഒരു 2-3 ടൈംസ് ഇതിനുള്ളിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ഒരു ടൈമൊക്കെ നോക്കിക്കൊണ്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു എക്സാമിനെ കുറിച്ചുള്ള ഒരു ഫുൾ നമുക്കൊരു ഫീലിംഗ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഹെൽത്തി എൻവയറമെൻറ്റ്, ഹെൽത്തി സ്റ്റഡി എൻവയറമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ
പഠിക്കാനുള്ള ഏറ്റവും നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു എൻവയറമെൻറ്റ്, സാഹചര്യം, സൗകര്യം ഏർപ്പെടുത്തണം. നമ്മൾ പഠിക്കുന്നത് എവിടെയാണോ, മീൻസ് ഒരു ശല്യം ഇല്ലാത്തടത്ത് റൂമിലോട്ട് കയറി, അല്ലെങ്കിൽ എവിടെയാണോ പറ്റുന്നത്, ഇല്ലെങ്കിൽ ഇപ്പോൾ പകലൊക്കെ ആണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങിയിരുന്ന് എങ്കിൽ ശല്യം ഇല്ലാത്തടത്തോട്ടൊരു ചെയറും ഒക്കെ ഇട്ടിരുന്ന് കാല് വേണ്ട കാല് പൊക്കി വെച്ചൊക്കെ ഇരുന്ന് പഠിച്ചോ, അതൊന്നും കുഴപ്പമില്ല. കാരണം കാല് താഴെയിട്ട് പേടിക്കേണ്ട. അപ്പോൾ നമുക്ക് ഇച്ചിരി സൗകര്യമായിട്ടിരുന്ന് പഠിക്കുക. കുറച്ച് നേരം ഇരുന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം നിങ്ങൾ എത്തിച്ചു. അല്ലാതെ ഇച്ചിരി നേരം അങ്ങോട്ട് പഠിക്കുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് പോകാനുള്ള രീതിയിൽ കൂടെ ഈ മൊബൈൽ ഫോണൊക്കെ ഇത്തിരി ദിവസത്തേക്ക് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അനാവശ്യ കാര്യങ്ങൾ ഒക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഫുൾ ഫ്രീ ആയിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ നമ്മുടെ ഹെൽത്തി സ്റ്റഡി എൻവയറമെൻ്റ് ആണ് നമ്മുടെ അടുത്ത ടിപ്പ്. ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, നെക്സ്റ്റ് പ്രീവിയസ് ഇയർ പേപ്പർ പ്രാക്ടീസ്. അതെന്ന് പറയുമ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് പോലല്ല, നമ്മൾ ആ ടെക്സ്റ്റ് ആ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചുമ്മാ നോക്കണം. അപ്പോൾ ചില ക്വസ്റ്റ്യൻസുകൾ അറിയാൻ വയ്യാത്ത വരും. അപ്പോൾ അതൊന്ന് ചെയ്തേക്കണം. അല്ലാതെ അതാണ് പ്രാക്ടീസ് നടത്തുക അങ്ങനത്തേത്. അപ്പോൾ അല്ലാതെ ഫുൾ ചെയ്യേണ്ട ആവശ്യമില്ല. മോക്ക് ടെസ്റ്റ് ആണ് അങ്ങനത്തേത്. ഓക്കെ, ലാസ്റ്റ് വൺ എന്താണ്? ഫുൾ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. നിങ്ങൾ ഈ ചെയ്തതൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ദിനംപ്രതി ഭയങ്കര ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ്സ് ഓൾ, ദാറ്റ്സ് ഇനഫ് ഫോർ യു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ സിമ്പിളായിട്ട് സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്സ് ഉറപ്പായിട്ടും മാക്സിമം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഷുവർ. ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്തു പോയാൽ മതി. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തതില്ല. പിന്നെ ഇതിനുള്ള മനസ്ഥിതി അതെങ്ങൊന്നും കിട്ടില്ല. നമ്മുടെ ആവശ്യം പോലെ ഇരിക്കും. ആവശ്യം, ആഗ്രഹം, ഈ രണ്ടോട് ചേരുമ്പോഴാണ് ഒരാൾ എല്ലാ കാര്യവും അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടും നിങ്ങൾക്ക് കിട്ടും. അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്, എല്ലാ സാഹചര്യവും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും അടുത്ത എല്ലാ കാര്യങ്ങളും ഇതുമായിട്ടുള്ള ടിപ്സും എല്ലാം വേണ്ടതും എല്ലാം നിങ്ങളുടേതും. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ മറക്കാതെ ഒരു രീതിയിലും കുറവുണ്ടാക്കാതെ ഒന്ന് ചെയ്തേക്കണം. മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം. ഓക്കെ, എല്ലാവരും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെ ന്യൂസ് ഉണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എന്താണ് എക്സാം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എല്ലാം നമ്മുടെ ഈ ചാനലിൽ കൂടെ വരും. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഗുഡ് ബൈ പറയുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ കൊള്ളാം മാർക്സ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.